കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയത്തെ ഓർത്ത് എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. അതേ, നാളുകളായി നാം പ്രാർത്ഥിക്കുകയും നാളുകളായി കാത്തിരിക്കുകയും ചെയ്ത പലവിധമായ വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കാണും. എന്നാൽ നാളെ ഇതുവരെ ഒരു മറുപടിയും ലഭിക്കാതെ മനസ്സുമടുത്തും മുൻപോട്ട് പ്രാർത്ഥിക്കണമോ എന്നൊക്കെ ചോദ്യചിഹ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതകളായിരിക്കാം ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതേ, നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി വിടുതൽ വൈകിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കർത്താവിന് സ്തോത്രം. അതേ, ഈ പ്രാരംഭ സെക്കൻഡുകളിൽ ഞാൻ ആത്മാർത്ഥതയോടെ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറുന്നു. ഭയപ്പെടേണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എത്ര പേർക്ക് വിശ്വാസത്തോടെ നമ്മുടെ അധരങ്ങൾ ചലിമിച്ച് പറയാൻ കഴിയും, അതെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളിതുവരെ ഞാൻ കാത്തിരുന്ന, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ആദരം ചലിപ്പിച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാർത്ഥതയോടെ അത് പ്രഖ്യാപിക്കട്ടെ. എന്താ പ്രിയമുള്ളവരെ, നമ്മുടെ മറുപടികൾ വൈകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം. കർത്താവിന് സ്തോത്രം. ഒരു പുരോഹിത കുടുംബത്തിലുള്ള സെഖര്യാവും എലിസബത്തും വളരെ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ അധ്വാനം ചെയ്യുകയും ചെയ്യുന്നൊരു കുടുംബം. ആ കുടുംബത്തിനകത്താണ് നിന്ദിക്കപ്പെടുന്ന നിലയിൽ, പരിഹസിക്കപ്പെടുന്ന നിലയിൽ ഇത്രയധികം ഒരു വേദന ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് ഈ സമയങ്ങളിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, നാളുകളേറെയായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ്. 1-ാം അധ്യായം 7-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. അടുത്ത പദം, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രായാധിക്യമായി വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരു സന്ദർഭത്തിലാണ് സെഖര്യാവിൻ്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയും ദൂതറിയിക്കുകയും ചെയ്തത്. നീ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് ഉത്തരമാക്കുകയാണ്. പക്ഷേ സെഖര്യാവിന് അവിടെയും സെഖര്യാവ് ചോദിക്കുന്ന പദങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ സെഖര്യാവ് ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ എന്തെന്നാൽ അറിയും. അതേ പ്രിയപ്പെട്ട, ഇങ്ങനെയൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ഒട്ടനവധി പേരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, വിശ്വാസമുണ്ട്, ബൈബിൾ പരാമർശിക്കുന്നുണ്ട്, വിടുവിച്ച ഒത്തിരി പേരുടെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും സെഖര്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കും ഉണ്ടാകും, ഇത് എന്തൊന്നുകൊണ്ട് ഞാൻ അറിയും? കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ സമയത്ത് ഈ മിനിറ്റുകളിൽ, മണിക്കൂറുകൾ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാം, ഇതെന്തൊന്നുകൊണ്ട് അറിയുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചില അടയാള സഹിതം ദൈവത്തിൻ്റെ മറുപടികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് മറുപടി വൈകിയത്? ഒറ്റ വാക്കി പറഞ്ഞാൽ അതിനിങ്ങനെ പറയാം, സാക്ഷാൽ നസറേയനായ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ യേശുവിന് മുന്നോടിയായി വരുവാൻ ദൈവമെടുത്ത തീരുമാനമാണ്. എലിസബത്തിൽ നിന്നും സെഖര്യാവിൽ നിന്നും ഒരുവൻ ജനിക്കണം, അത് യേശുവിന് മുന്നോടിയായി വരണം. അർത്ഥം, ദൈവത്തിന് സ്തോത്രം, നാളിതുവരെ ലഭിക്കാത്ത മറുപടി, നാളിതുവരെ വൈകി പോകുന്നതിൻ്റെ ഉദ്ദേശം ഏറ്റവും മേത്തരമായതും ഏറ്റവും നല്ലതും അങ്ങയുടെ കരത്തിൽ തരാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ആഗ്രഹത്തിലുമുള്ളതല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ആമേൻ നമുക്ക് മറുപടികളെ തരാൻ ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാ പല മറുപടികളും നാളിതുവരെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് കിട്ടാഞ്ഞത്. ആമേൻ പറഞ്ഞ് ഈ ദൈവവചനത്തെ സ്വീകരിക്കുക. കർത്താവിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുമെന്നേ ചില മറുപടികൾ നിങ്ങളുടെ കരത്തിൽ എത്താൻ പോകുന്നെന്ന് പറയാൻ, ആ മറുപടികൾ നിങ്ങളുടെ കരത്തിലെത്തിക്കാൻ കർത്താവ് തൻ്റെ ദൂതനെ അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് പ്രതികരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
1:14 ഇങ്ങനെയാണ് വായിക്കുന്നത്: സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അതേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാൽ ഒന്ന്, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും ആനന്ദിക്കും. നാളെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത മറുപടി ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പലരും സന്തോഷിക്കുന്ന വിധത്തിൽ, പലരും ആശ്ചര്യപ്പെടുന്ന നിലയിൽ ദൈവിക മറുപടികൾ അങ്ങയുടെ കുടുംബത്തിനകത്ത് ദൈവം ചലിപ്പിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 1:15 ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവൻ ആകും. അതേ, സെഖര്യാവേ, എലിസബത്തെ, നാളിതുവരെ വൈകി വന്ന വിടുതലിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങ് അനുഭവിക്കുന്ന, അങ്ങ് ഫേസ് ചെയ്യുന്ന, നാളിതുവരെ വർഷങ്ങളായി മാസങ്ങളായി അങ്ങ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി വൈകിയതിൻ്റെ പിന്നിൽ അസാധാരണമായ ചില വിടുതലുകൾ തന്ന്, അസാധാരണമായ ചില നന്മകൾ തന്ന്, ആശ്ചര്യപ്പെടുത്തുന്ന ചില വിടുതലുകൾ കാണിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനാ. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടെ, കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ. ആ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, എൻ്റെ ചെവി കൊണ്ട് കേൾക്കത്തക്ക നിലയിൽ ഈ മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഇന്ന് ഈ സമയത്ത് ഞാൻ കൈമാറുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ സമയത്ത് മനസ്സിലാക്കുവാനിടയായി തീരണം. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയുടെ മറുപടി സ്വീകരിക്കുവാനുള്ള വിശ്വാസത്തോടും, ആമേൻ, സ്തോത്ര, വലിയ ആ ദൈവിക ബലത്തോടും ഭയപ്പെടാതെ, ഇനിയും എനിക്ക് മറുപടി ഇല്ലയോ എന്ന് ചോദിക്കാനല്ല, ഞാൻ തളർന്നു എന്ന് പറയാനല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ് വളരെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.